ലോകത്തെ എല്ലാ കാമുകന്മാരും ഇങ്ങനെ പോസ്റ്റായി നിന്നിട്ടുണ്ട്. അത് ഇഷ്ടമുണ്ടായിട്ടല്ല, ഇഷ്ടപ്പെട്ട പെണ്ണിന് വേണ്ടി ആയതുകൊണ്ട് അങ്ങ് സഹിക്കും. അയ്യടാ, സർക്കാർ മനുഷ്യന് കക്കൂസ് പണിയുന്നു, ഇവിടെ ഒരുത്തൻ കാക്കയ്ക്കും വാടച്ചു വെക്കണം. അയ്യടാ, എന്തൊരു നാണം. എന്താടാ നീ അവളോട് പറഞ്ഞു? നിർമ്മലേ, നിനക്ക് വേറെ പണിയൊന്നുമില്ലടാ. യവനൊന്നും പറ്റിയ പണിയല്ലേ ഇത്. യവനൊക്കെ പേടിച്ച് മുട്ടയിട്ട് കാണും. അത് പിന്നെ അല്ല, കൂട്ടുകാരികൾ ഒപ്പം ഉണ്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ. അല്ലേ പിന്നെ നീ എറിഞ്ഞ് മലത്തിയാനെ. ചുമ്മാ സമയം കളയാൻ കേറും. നിറം സിനിമയിൽ ചാക്കോച്ചൻ ശാലിനി ഓർത്ത് ബൈക്ക് ഓടിക്കില്ലേ, ആ ഒരു ഫീലായിരുന്നു എനിക്ക്. പ്രേമിക്കുന്ന പെണ്ണിനെ കുറിച്ചായിരിക്കും ഏത് നേരം നമ്മുടെ ചിന്ത. അവളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനായിരിക്കും ഇഷ്ടം. ചങ്കു പറിച്ചിരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ അവളെ മിസ് ചെയ്താലും അവന്മാരെ വിളിച്ച് കാണിച്ചു തരും.
അവൾ അച്ഛൻ്റെ ബൈക്കിൻ്റെ പുറകിലിരുന്ന് പോകുന്ന സീൻ ഞാനൊന്ന് എൻ്റെ ഭാവനയിൽ കണ്ടു നോക്കി. ഇന്നലെ എന്തുവായിരുന്നു കൂട്ടുകാരോടെ? അത് ചുമ്മാ രസം. എല്ലാം മനസ്സിലാവുന്നുണ്ട്. അത് പോട്ടെ, നീ വീട്ടിൽ പോയിട്ട് എന്താ വിശേഷം? ഓ, തിരിച്ചു വരാനേ മനസ്സിലായിരുന്നില്ല. എക്സാം ആയി പോയി. അല്ലെങ്കിൽ ഞാൻ 2 ദിവസം അടിച്ചു പൊളിച്ച് ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ട് തന്നെ വരുമായിരുന്നു. അതുപോട്ടെ, നീ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? അതോ ഈ തവണയും തുണ്ടാണോ ചേരണം? ഞാൻ ആ ടൈപ്പല്ല. ശരി, തുണ്ടേതാനും ബുദ്ധിമുട്ടുണ്ടല്ലോ. അതിന് നിനക്ക് എവിടെയാ സമയം? കൂട്ടുകാരെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഓ, പറഞ്ഞു തീർന്നില്ല. വരണം. ഇവന്മാർക്ക് വേറൊരു പണി വന്നോളൂ. സ്വസ്ഥമായ 2 വാക്ക് സംസാരിക്കാനും പറ്റില്ല. അല്ലേലും അവന്മാർക്ക് ടൈമിംഗ് ഇല്ല. ആ എത്തിയല്ലോ 2 കൂടെ. ആ അളിയ അതിരെ ഇന്ന് കൂട്ടുകാരിയൊന്നും വന്നില്ലേ? എന്താ? അല്ല, വെറുതെ ചോദിച്ചത്. ആ ചോദ്യത്തിന് ഒരു പന്തികേടുണ്ടല്ലോ. എന്തിനാ? പുതിയ ലൈൻ വലിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ ഉറപ്പിച്ചു, ഇത്തവണ ഞാൻ പറയും. ഇത് തന്നെ നീ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. അതുപോലെയല്ല ഇപ്പോൾ. എന്താണാവോ ഇപ്പൊ ഇത്ര പ്രത്യേകത? അപ്പുകണിയാര് നേരം കുറിച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും. അല്ല, മറ്റന്നാൾ അവളുടെ പിറന്നാളല്ലേ. അവൾ അമ്പലത്തിൽ പോയി വരുന്ന വഴിക്ക് അവിടെ വെച്ച് ഞാൻ അവളോട് പറയും, ഐ ലവ് യു. നോക്കിക്കോ, ഇത്തവണ ഞാൻ മിസ് ചെയ്യില്ല. ഓ പിന്നെ മിസ് ചെയ്യാതിരുന്നാ നിനക്കൊള്ളാം. കോഴ്സ് തീരാറായി, അറിയാലോ. അവളത് കഴിഞ്ഞാൽ അവൾ അമ്മാവൻ്റെ വീട് വിട്ട് സ്വന്തം നാട്ടിലേക്കും. പിന്നെ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പാടാം. ഈ നാട്ടിൽ വെച്ച് നടക്കാത്തത് ഒരു അന്യനാട്ടിൽ പോയി നടത്തുക എന്ന് പറഞ്ഞാൽ മണ്ടത്തരം, ലോകമണ്ടത്തരം. പ്രപ്പോസലിന് മുന്നേ സുഹൃത്തുക്കളെ ഒഴിവാക്കാൻ പറഞ്ഞ അവള് അതിന് ശേഷം എന്താണാവോ പുതിയ ഡിമാൻഡ്? മച്ചാനെ, നീ വണ്ടി വിട്ടുപിടി. അളിയ നിനക്ക് പറ്റിയ ചരക്കല്ല അവള്. സത്യവും മിഥിയും തിരിച്ചറിയണമെങ്കിൽ നീയൊക്കെ എന്റെ പാതയിലൂടെ ഇല്ല പോച്ചപ്പുറത്തൂടെ നടന്നാ മതി. അയ്യ, എനിക്ക് വേണം അവിടെ. ഇതിലേതാ 2? അല്ലെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ കുറച്ച് പാടായിരുന്നു അല്ലേ? ജയിച്ചാ മതിയായിരുന്നു. ദൈവാധീനം കൊണ്ട് ഞാൻ മെനക്കെട്ട് പഠിച്ചൊന്നും വന്നില്ല. ആദ്യം ഇല്ലായിരുന്നേൽ 8 നിലയിൽ പൊട്ടിയാനെ. അളിയ ഇതാ പറയുന്നത്, ഏതൊരു മനുഷ്യന്റെ വളർച്ചയ്ക്ക് പിന്നിൽ ഒരു പെണ്ണിന്റെ കറുത്ത കരങ്ങളുണ്ട്. അത് നീ പറഞ്ഞു ശരിയാ. യവനായതുകൊണ്ടല്ലേ അത് കാണിച്ചു കൊടുക്കേണ്ടി വന്നത്. ഞാനായിരുന്നു എന്റെ പൊന്നളിയ. അവളെ ബുദ്ധിമുട്ടിക്കാതെ ഞാൻ തന്നെ കണ്ടെഴുതിയാണ്. ഇതാ പറയുന്നത്, ഈ പെണ്ണുങ്ങൾക്ക് ആളും തരം തിരിച്ചറിഞ്ഞൂടാന്ന്. പിന്നെ അല്ലാതെ എന്നാ വലിയടാവേ അടിയാ, ഇത്തിരി നീട്ടി വലിയ അളിയാ. ഈ വണ്ടിയാണ് എന്തൊരു പോക. വൃത്തികെട്ടവൻ. നിന്റെ ഭരണം അവിടെ മതി, ഇങ്ങോട്ട് വേണ്ട. ഇവർമാരുടെ കൂടെ കവല നിറങ്ങി നടക്കണ സമയം കൊണ്ട് 4 അക്ഷരം പഠിച്ചാ നിനക്ക് കണ്ടവരുടെ ഉത്തരകടലാസ് അപ്പണി ആവശ്യം വരില്ല. നിന്റെ പേപ്പറിൽ നോക്കി
ദേ മനു, ഞാനൊരു കാര്യം സീരിയസ് ആയിട്ട് പറയാം. എന്താ അവൻ സീരിയസ് അല്ലേ? നീ വാ തുറക്കരുത്. ഒരു മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന സുഹൃത്തുക്കളെ ആശ്രയിച്ചിരിക്കും അവന്റെ ഭാവി. നിനക്ക് ഉയർന്ന പദവിയിൽ ഇരിക്കണോ അത് ചുണ്ണാമ്പ് പുരണ്ട ബെഞ്ചിലും കാ കപ്പിട്ട് കല്ലെങ്കിലും ഇരുന്നാ മതിയോ എന്ന് നീ സ്വയം തീരുമാനിക്കും. അളിയാ ഇവൻ വാ തുറന്ന എന്താ കുഴപ്പം? സുഴിയെ കാട്ടി നാറ്റം അളിയാ. ഓ ശേ. പ്രേമിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് പ്രേമിക്കുന്ന പെണ്ണിനോട് ഇഷ്ടം തുറന്ന് പറയാൻ നിൽക്കുന്നത്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. എന്റെ കല്യാണം ഉറപ്പിച്ചു. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയപ്പോഴാണ് എന്നെ കാണാൻ വന്നത്. ഗൾഫിലാണ് ജോലി. എന്നെയും കൊണ്ടുപോകുന്ന പറഞ്ഞ. നിനക്ക് വിഷമായോ? എനിക്കറിയില്ലായിരുന്നു എന്നെ ഇത്രയധികം സ്നേഹിക്കണ ചങ്ങാതിയാണ് നീ എന്ന്. ഗൾഫ് അത്ര ദൂരമൊന്നുമല്ല. ലോകത്തിന്റെ ഏത് കോണി പോയാലും ഞാൻ നിന്നെ മറക്കില്ല. വിൽ കീപ് ഇൻ ടച്ച് ആൻഡ് യു വിൽ ഓൾവേസ് ബി മൈ ബെസ്റ്റ് ഫ്രണ്ട്. അയ്യോ, ക്ലാസ്സിന് പോണ സമയമായി. നീ വരുന്നില്ലേ? ഓക്കെടാ. പെണ്ണെന്നും പെണ്ണ് തന്നെയാണ്. ഒരിക്കലും അവൾ ആത്മാർത്ഥയുള്ള ആളിന്റെ സ്നേഹം തിരിച്ചറിയില്ല. ഒരു കൂട്ടുകാരനാക്കി ഭയ പറഞ്ഞു പോകാൻ അവൾക്ക് എളുപ്പമാണ്. ആ വേദന ഞാനും അറിഞ്ഞു തുടങ്ങി. എന്റെ കല്യാണം ഉറപ്പിച്ചു. വിട്ടുകളാ മച്ചാ, ലൈഫ് അങ്ങനെയാടാ. അവള് നിന്നെ നല്ലൊരു സുഹൃത്തായിട്ടടാ കണ്ടത്. അതിന് മറ്റൊരു നിറം കൊടുത്ത നിന്റെ മനസ്സാടാ. നീയാണെങ്കിലോ അതവളടുത്ത് പറഞ്ഞതുമില്ല. അവന്റെ ഒരു സാരോപദേശം. അവനവളെ ന്യായീകരിക്കാൻ നടക്കുന്നു. പിഴയാ എല്ലാ അവളുമാരും പിഴയാ. കാര്യം കഴിയുന്നവരേ ഉള്ളൂ. കോളേജിൽ കൊണ്ടു നടക്കാൻ ഒരുത്ത്, അത് കഴിഞ്ഞാൽ സഹോദരൻ, സുഹൃത്ത്. ചുമ്മാ അതല്ല ഓരോരുത്തന്മാരും. ചന്തു മതി, നിർത്ത്. വെറുതെ നീ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നിൽക്കണ്ട. എന്നെ അടിയടാവേ. എനിക്കിനിയും വേണം. എന്റെ ഉള്ളിൽ തീയാ. ഇങ്ങനെ പുതിയ തീയണയത്തില്ല, കരള് കത്തത്തേ ഉള്ളൂ. നീ അടിക്കും മച്ചാനെ. സാധനം തീർന്ന വേറെ വകുപ്പുണ്ട്. അവളെ നല്ല സർവ്വതും മറക്കാനുള്ള സാധനമുണ്ട്. ഞാൻ അടിക്കുന്നതേ സർവ്വതും മറക്കാനില്ല, എല്ലാം നല്ലോണം ഒന്ന് ഓർത്തെടുക്കാനാ.
എന്റെ ഉള്ളിലെത്തിയേ. എനിക്ക് അണയ്ക്കണ്ട, കത്തിക്കണം, ആളി ആളി കത്തിക്കണം. അതിന്റെ ചൂട് അവളറിയണം. ഇപ്പോഴാ നീ ഒരാണായത്. അളിയാ ആഞ്ഞു വലിക്കും. വേണ്ടടാ, വേണ്ട. പോടാ. ഞാനും പോണം. നോക്കിയിരിക്കും പാടായിരുന്നു അവിടെ ഞാനും എടാ, നാളെ ഞാൻ അവൾക്കൊരു പിറന്നാൾ സമ്മാനം കൊടുക്കും. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തതൊന്ന്. കൊല്ലണം, കൊല്ലണം, അവളെ കൊല്ലണം, കൊല്ലണം. എന്താ അബി, പാലം വിടാറായില്ലേ? അങ്ങനെ ഒന്നും വിട്ടറിയുന്ന ശീലം എനിക്കില്ല. എനിക്ക് ഈ കുറി പിറന്നാൾ സമ്മാനമൊന്നുമില്ലേ? അത് നീ മറന്നോ? അങ്ങനെ മറക്കുന്ന ശീലവും എനിക്കില്ല. നിനക്ക് എന്തൊരു മാറ്റം? ഇങ്ങനെയല്ലല്ലോ നീ. അബി, ലൈഫിൽ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആവണം. നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ എല്ലാം സംഭവിക്കണമെന്ന നിർബന്ധ ബുദ്ധി നല്ലതല്ല. നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആവണം. ടേക്ക് ലൈഫ് ആസ് ഇറ്റ് ഈസ്. പോട്ടെ, കോളേജിൽ വെച്ച് കാണാം. പെണ്ണായി പിറന്നത് കൊണ്ടാണോ നിനക്ക് എന്നെ നല്ലൊരു സുഹൃത്തായി കാണാൻ കഴിയാത്തത്? പെണ്ണെന്നാൽ പ്രണയിക്കാനും പ്രണയം താർന്നാൽ കൊല്ലാനും മാത്രമുള്ളതല്ല. അവൾ നല്ലൊരു കൂട്ടുകാരി കൂടിയാണ്. അത് മനസ്സിലാക്കാൻ തീരാവുന്ന പ്രശ്നങ്ങളെ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്.